then ഇതിന് പേര് എഴുതുമ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ഇവിടെ നിന്നിട്ടാ 1 2 3 3യിലാണ് ഇത് വരാം. അപ്പൊ ഇവിടെ നിന്ന് ഇടരുത്, ഇപ്പുറത്ത് നിന്നിടാം, റൈറ്റിൽ നിന്നിടാം 1 2. അപ്പൊ 1 2 3 4 5. ഓക്കെ, ക്ലിയർ? സോ 2ലാണ് വരുന്നത്. 2ൽ വരുന്നത് കൊണ്ട് നമ്മൾ എന്താണ് 2END ഇതാണ് സഫിക്സ് വരേണ്ടത്. 5 കാർബൺ ഉള്ളത് കൊണ്ട് പെന്റ്. ഓക്കെ, ഈ നമ്പറും വേർഡ് അടുപ്പിച്ച് വന്നതുകൊണ്ട് ഒരു ഹൈഫൻ ഇടുക. സോ ദിസ് ഈസ് ദ നെയിം പെന്റ് ടു ഇ. ഇവിടെ വരുമ്പോ ഇതേപോലെ നമ്മൾ ഓക്കെ ആണെങ്കിൽ 5 കാർബൺ വരും. ഇവിടെ 1 2 3 മൂന്നാമത്തേലാണ് ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പുറത്തുനിന്നാണെങ്കിൽ 1 2 3 4 5 രണ്ടാമത്തേലാണ് പൊസിഷൻ വരാം. ഓക്കെ, അപ്പൊ 5 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ പെന്റ്, വേർഡ് റൂട്ട് പെന്റ്, 5 കാർബൺ ഉള്ളത്. ദെൻ എന്താണ്, ഇത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE, അതിന്റെ പൊസിഷൻ 2. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ ഒരു വേർഡും വരുമ്പോൾ ഹൈഫൻ ഇടണം, ഒരു വേർഡ് ഒരു സംഖ്യ വരുമ്പോഴും ഹൈഫൻ ഇടണം. കണ്ടോ, ഒരു സംഖ്യയ്ക്കും ഒരു വേർഡിനിടയിൽ നമ്മൾ എപ്പോഴും, ഒരു നമ്പറിന് വേർഡിനിടയിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഹൈഫൻ ഇടണം. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ വരുമ്പോ ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ 3യിലും ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ 3യിലാണ്. എവിടെ നമ്പർ ഇട്ടാലും 3 ആണ്. ഓക്കെ, 1 2 3 4 5 6 6 കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സ്. ഓക്കെ, ഇവിടെ വന്നിങ്ങനെ 3യിലാണ്. അപ്പോ 3ENE. ഓക്കെ, ദാറ്റ്സ് ദ നെയിം ഹെക്സ് 3E. ശ്രദ്ധിക്കുക, 6 കാർബൺ ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് ഹെക്സ്. മൂന്നാമത്തേൽ ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് 3 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. മനസ്സിലായോ? ENE. ഓക്കെ, ഇവിടെ വരുമ്പോ ഈ ഫസ്റ്റ് ഏതൊക്കെയാണ് ട്രിപ്പിൾ ബോണ്ട്, നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 6 കാർബൺ ആണതുകൊണ്ട് ഹെക്സ്. ഓക്കെ, ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണതുകൊണ്ട് 1YNE. കണ്ടോ, ഞാൻ സാർ നേരത്തെ പറഞ്ഞു ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഹെക്സൈൻ ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല, ഫസ്റ്റിലാണെങ്കിൽ. കേട്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? Watch full video on my YouTube channel, Sunny Sir.